പെൺകുട്ടി വിദേശ വനിതയാണ്. ഇവിടെ എബനേസർ ഇന്റർനാഷണൽ സ്കൂളിൽ ഒരു ഫെലോഷിപ്പിന് വേണ്ടി വന്നതാണ്. പുള്ളി ശരിക്കും പറഞ്ഞാൽ ഒരു നൊമാഡാണ്. അത് മാരീഡ് അല്ലെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെ പോയി. പക്ഷെ ഇതൊക്കെ വെറും ഒരു ഫേക്ക് ആണെന്ന് മനസ്സിലായത് പത്രവാർത്തകളിലൂടെയും മീഡിയാസ് വഴിയായിരുന്നു. കാരണം പിന്നെ മക്കൾ 3 പേരുണ്ട്. ഇതൊക്കെ വായിച്ചപ്പോൾ തന്നെ ഞെട്ടിപ്പോയി. വീണ്ടും ശ്രദ്ധിക്കാൻ കാരണം ഇവര് പോയതിനു ശേഷം നമ്മുടെ സിസ്റ്റർ വന്നിട്ട് പറയുന്നതെന്ന് പറഞ്ഞാല് ഇവര് വിസിറ്റിംഗ് ഏരിയയിൽ ഇവര് പെരുമാറ്റം വളരെ മോശമായിരുന്നു. എന്റെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാല് പുള്ളിക്ക് കല്യാണമേ കഴിച്ചിട്ടില്ല. അപ്പൊ പിന്നെ അതിലൊരു ഇതില്ലല്ലോ. പിന്നെ വാർത്തയിലൂടെയാണ് അറിയുന്നത് 3 മക്കളുണ്ട്. അവർ 3 പേരും പുറത്താണ് പഠിക്കുന്നത്. ഒരു പാവപ്പെട്ട ഒരുപാട് ആൾക്കാർ ചിലപ്പം പുള്ളിയുടെ വലയത്തിൽ പെട്ടിട്ടുണ്ടായിരിക്കാം. ഇനി പെടാൻ വേണ്ടിയും പുള്ളി പെടുത്തി വെച്ചിട്ടുമുണ്ടായിരിക്കാം. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. കേരള ന്യൂസിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിവിടെ ഒരു വലിയൊരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. സാം ജോർജ്, ജെസ്സി ജോർജ്. അപ്പം സാം ജോർജ് ഭാര്യയെ ഇങ്ങനെ കൊലപ്പെടുത്തി, ശ്വാസം മുടിച്ച് കൊലപ്പെടുത്തി, ചെപ്പുകുളം എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ട് ബോഡി അവിടെ തട്ടുകയൊക്കെ ചെയ്തു. വലിയൊരു വാർത്തയാണ്. അപ്പം ഡോക്ടർക്ക് ഇതുമായിട്ട് എന്താ പറയുന്നത്? എൻ്റെ പേര് അനീഷ്. എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് അബ്സല്യൂട്ട് ഡെന്റൽസ്. ഞാൻ ഡെന്റൽ സർജനാണ്. കഴിഞ്ഞൊരു 8-10 വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിൽ തന്നെയുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഒരു 10 മാസം ആവുന്നുള്ളൂ ക്ലിനിക്ക്. അതുവരെ ഞാൻ കൺസൾട്ടൻ്റ് ആയിട്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ക്ലിനിക്കിലൊക്കെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പം സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങിയിട്ട് ഒരു 10 മാസം ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ സാം ജോർജിനെ നേരത്തെ അറിയാമോ? എനിക്കറിയാം. ആസ് എ പേഷ്യൻ്റ് എനിക്കറിയാം. പക്ഷേ ഈ ഇൻസിഡൻറ്റ് ഉണ്ടായതെന്ന് പറയുമ്പം ഇതുണ്ടായതിന് ഒരു 1.5 ആഴ്ചയ്ക്ക് ശേഷം ഇവിടെ സാധാരണക്കാർ ഈ നാട്ടുകാർ അറിയുന്ന പോലെ തന്നെ ഞങ്ങൾ പറഞ്ഞത്. കാരണം മീഡിയ വഴിയും പത്രം വഴിയും ഒരു സുപ്രഭാതത്തിൽ, കാരണം നമ്മുടെ തൊട്ട അയലോകമാണല്ലോ, ഇവിടെ നോക്കിയാൽ കാണാം. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ നോക്കുമ്പോഴത്തേക്കും ആൾക്കാരെല്ലാം വന്ന് നിൽക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെ ചോദിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് ഇന്ന പോലെ കൊലപാതകം ഉണ്ടായി. അപ്പോൾ ആരാണ് എന്താണ് അപ്പോഴാണ് മനസ്സിലാവുന്നത് പുള്ളിയുടെ വീടാണ് പോലും. ഇങ്ങനെ ഈ വ്യക്തി അറിയാൻ കാരണം അതിനും ഒരു 1.5 മാസം മുമ്പ് നമ്മുടെ പേഷ്യൻ്റായിട്ട് ഈ ക്ലിനിക്കിൽ പുള്ളി വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കല്ലായിരുന്നു ട്രീറ്റ്മെന്റ്. പുള്ളി ശരിക്കും പറഞ്ഞാൽ ഹോം സ്റ്റേ നടത്തി. ആ ഹോം സ്റ്റേയിലുള്ള ഒരു കുട്ടിയെ, അതായത് കണ്ടു കഴിഞ്ഞാൽ ഒരു കെയർ ടേക്കർ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒരു ലോക്കൽ ഗാർഡിനെ പോലെ ഒരു ഫോറിൻ ലേഡി ആയിരുന്നു അത്. അപ്പം പുള്ളിക്കാരത്തിന്റെ കൂടെയായിരുന്നു. പുള്ളിക്കാരത്തെ അസിസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരുമായിരുന്നു. അങ്ങനെയാണ് പുള്ളിയായിട്ടുള്ള പരിചയം. അവര് വന്നു, ഇവിടെ ട്രീറ്റ്മെന്റ് ചെയ്തു, അങ്ങോട്ട് പിന്നെ അങ്ങ് പോകുമായിരുന്നു. അല്ലാതെ അതിൽ കൂടുതൽ വലിയൊരു അങ്ങനെ കമ്പനി ഇല്ല. പിന്നീടാണ് ഇങ്ങനെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അറിയുന്നത് തന്നെ. ശരിക്കും പറഞ്ഞാല് ഞാൻ പത്രത്തിൽ വായിച്ചത് വെച്ചിട്ട് വളരെ വ്യത്യസ്തമായിട്ടാണ് ഇവര് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അന്ന് ഇപ്പൊ നമ്മുടെ അസിസ്റ്റന്റ് സിസ്റ്റർ ആയിക്കോട്ടെ, അപ്പൊ പുള്ളിക്കാരത്തെയാണ് അവിടെ റിസപ്ഷനിൽ ഇരുന്ന കാര്യങ്ങളൊക്കെ എഴുതുന്നത്, നോട്ട് ചെയ്യണം, റെക്കോർഡിങ്ങിൽ നമ്മളെല്ലാം റെക്കോർഡ് ചെയ്യണം. അപ്പം ആ സമയത്ത് ഇവരുടെ അഡ്രസ്സ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞത് ഇത് ഇയാളുടെ ഹോം സ്റ്റേ ഇവിടെയുണ്ട്, ഹോം സ്റ്റേയിൽ താമസിക്കുന്ന പെൺകുട്ടിയാണ്, ഇദ്ദേഹത്തിന് വേണ്ടിയാണ് ട്രീറ്റ്മെന്റ്. പക്ഷേ അഡ്രസ്സ് കൊടുത്തപ്പോഴത്തേക്കും വേറൊരു അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതെന്തോ ആയിക്കോട്ടെ, നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആൾക്കാർ വരുന്നു, ട്രീറ്റ്മെന്റിന് വേണ്ടി വരുന്നു, നമ്മൾ നല്ല രീതിക്ക് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് അവരെ പറഞ്ഞു വിടുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ അവരെ പാസ്റ്റ് എന്താണ്, ഹിസ്റ്ററി എന്താണ്, അത് നമ്മൾ ചെയ്ത് നോക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷേ അത് ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കൺസൾട്ടേഷൻ റൂമിൽ വന്നിട്ട് പിന്നെ എന്തൊക്കെയാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ആ സമയത്ത് ഇദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു. കൂടെയുള്ള സമയത്ത് പിന്നെയാണ് പുള്ളി പറയുന്നത് ഇന്ന പോലെ ഈ പെൺകുട്ടി വിദേശ വനിതയാണ്. ഇവിടെ എബനേസർ ഇന്റർനാഷണൽ സ്കൂളിൽ ഒരു ഫെലോഷിപ്പിന് വേണ്ടി വന്നതാണ്. പുള്ളി ശരിക്കും പറഞ്ഞാൽ ഒരു നൊമാഡാണ്. അത് ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്കത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. പുള്ളിക്ക് പല സ്ഥലങ്ങളിലായിട്ട് ഒരുപാട് ഹോം സ്റ്റേ, ഇങ്ങനെ ഒരുപാട് ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളി എന്നിട്ട് ഇങ്ങോട്ടായിട്ട് കാര്യങ്ങൾ എടുത്ത് പറയുവാണ്, ചോദിക്കാതെ തന്നെ. പിന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണ്, മാരീഡ് അല്ലെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെ പോയി. പക്ഷെ ഇതൊക്കെ വെറും ഒരു ഫേക്ക് ആണെന്ന് മനസ്സിലായത് പത്രവാർത്തകളിലൂടെയും മീഡിയാസ് വഴിയായിരുന്നു. കാരണം പുള്ളി ഓൾറെഡി ആദ്യമേ ഒരു വൈഫ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത് ഉള്ള വിവാഹത്തിലെ ആ പുള്ളിക്കാരത്തെയാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെയാണ് പിന്നെ ഞാൻ മനസ്സിലായത്. പിന്നെ മക്കൾ 3 പേരുണ്ട്. ഇതൊക്കെ വായിച്ചപ്പോൾ തന്നെ ഞെട്ടിപ്പോയി. ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ വരുന്ന ആൾക്കാരെ പെരുമാറ്റം ശ്രദ്ധിക്കത്തില്ല. ഞാൻ അവരെ ഓരോ കാര്യങ്ങൾ ചിലപ്പോൾ തിരക്കും. ഇപ്പം ഒരു പല്ലിന് വേദനയായിട്ടോ അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഒരു വിഷയമായിട്ട് വരുവാണ്, അവരെ ഹെൽത്ത് എങ്ങനെയുണ്ട്, അവർ ഏത് സെക്ടറിൽ ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താ പറയുന്നത്, അപ്പം അവരെ ഏത് റീജിയനിൽ നിൽക്കുന്നു. അപ്പം അതനുസരിച്ചിട്ട് നമുക്ക് ഓരോ രീതിയിൽ ഇപ്പം ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു പല്ലിന് ഒരു യെല്ലോ ഷെയ്ഡ് ഉണ്ടെങ്കിൽ അവർക്ക് വാട്ടറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കും. അതല്ലാതെ വേറെ ചേഷ്ടങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കില്ല. പക്ഷേ ഇത് ഞാൻ വീണ്ടും ശ്രദ്ധിക്കാൻ കാരണം ഇവർ പോയതിനു ശേഷം നമ്മുടെ സിസ്റ്റർ വന്നിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവർ വിസിറ്റിംഗ് ഏരിയയിൽ
ഇവരെ പെരുമാറ്റം വളരെ മോശമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പുള്ളി പക്ക ഒരു ജെന്റിൽമാൻ ആണ്. പക്ഷെ പുള്ളിയുടെ കുറച്ച് ബിഹേവിയർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു അത്ര നല്ലതല്ല. ഇപ്പം ആ പുള്ളിക്കാരത്തി ഓൾറെഡി ഒരു ഇറാനിയൻ ആണെന്ന് പറയുന്നുണ്ട്. അപ്പം ശരി, ഒരു ലോക്കൽ ഗാർഡിയൻ ആണെങ്കിൽ ഒരു ആസ് എ ഗൈഡ് പോലെ അവര് നല്ല രീതിക്ക് ഹോം സ്റ്റേ താമസിക്കുന്ന ആളാണ്. അപ്പം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അതുപോലെ തന്നെ കൊണ്ടുപോകാം. പക്ഷേ സാധാരണ ഇപ്പം ആരും ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, ഇപ്പൊ എനിക്കൊരു നല്ലൊരു ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് വരുന്നത്. കാരണം ഒരു വേറൊരു സ്ഥലത്ത് ഇപ്പം ആൾക്കാർ എന്തോ ആയിക്കോട്ടെ, ഇപ്പൊ ഒരു സ്ഥലത്ത് പോകുമ്പോഴത്തേക്ക് അവരെ സ്വഭാവമൊക്കെ ഒന്ന് ഹൈഡ് ചെയ്തിട്ട് അവരൊന്ന് ഒരു മാന്യത കാണിക്കണം ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അതല്ലാത്ത രീതിയിലുള്ള ഒരു മിസ്ബിഹേവിയർ എനിക്കത് ഫീൽ ആയത്. പക്ഷെ എനിക്ക് അവരുടെ എനിക്ക് തുറന്നടിച്ച് പറയാനും പറ്റത്തില്ല. അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അവർ ട്രീറ്റ്മെന്റിന് വന്നു, ഞാൻ ഇന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇതിനിടയ്ക്ക് നടന്ന കാര്യങ്ങളൊക്കെയാണിത്. ഇത് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം പുള്ളി ഇത്തരക്കാരാണ്. കാരണം അത് പുള്ളിയെപ്പറ്റി തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ എന്താ പറയുന്നത്, ഇത് ന്യൂസിലൂടെയും കാര്യങ്ങളൊക്കെ പല ആൾക്കാരുടെ റിപ്ലൈയില് നമ്മുടെ ഈ അയലോകത്ത് തന്നെ പല ആൾക്കാരും ചെറുതായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കണ്ടപ്പോ എനിക്കൊരു ഇത് ഈ സാം ജോർജിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. കാരണം അദ്ദേഹത്തിന്റെ പെരുമാറ്റം നല്ലതാണ്, നല്ല പെരുമാറ്റമാണ്. അതിന്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. അത് എന്തൊക്കെ പറഞ്ഞാലും അയാളുടെ പാസ്റ്റ് എന്താണ്, അയാള് നല്ലതാണോ ചീത്തയാണോ, അയാൾ ചിലപ്പോൾ നല്ല ഇന്റൻഷനിലാണോ ചെയ്തത്, ചീത്ത ഇന്റൻഷനിലാണോ, എന്ത് ഇന്റൻഷൻ ആണെങ്കിലും ചെയ്തത് തെറ്റ് തന്നെയാണ്. അത് ഒരിക്കലും ഒരു സമൂഹത്തിനെ അംഗീകരിക്കാൻ പറ്റുന്നതോ അല്ലെങ്കിൽ ഈ പറയുന്ന ജനറേഷന് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യവും പുള്ളി ചെയ്തിട്ടില്ല. ആർക്കും അംഗീകരിക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ആളെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുത്. കാരണം ഈ അയൽപക്കത്ത് നിന്ന് പോലും ചില അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ, എല്ലാവരും ഒന്നും പറയുന്നില്ല, 100-ൽ 90% ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഒരു 10% ഇപ്പോഴും എന്തോ ഒരു വലിയ കാര്യം പോലെയൊക്കെയാണ്. ഇതൊക്കെയാണ് ഇപ്പൊ ഈ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സംഭവത്തിന് ശേഷം ഈ വാർത്തകളിലൂടെയും പിന്നെ ഈ നമ്മുടെ ഈ തൊട്ട് താഴെയുള്ള സ്ഥാപനങ്ങൾ പിന്നെ അയൽപക്കമായിട്ട് കുറച്ചൊക്കെ ഇപ്പം അടുത്തടുത്ത് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു സംഭവത്തിന് ശേഷം ഞാനിപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടി അയൽപക്കത്തെ ഒരു ഹോട്ടലിലൊക്കെ പോയാൽ പോലും അവര് പോലും പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു ആള് അവര് വന്ന് താമസിച്ച സമയത്തോ പിന്നെ അവിചാരിതമായിട്ട് അപ്പോഴും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഞാൻ പോലും ഇദ്ദേഹത്തെ ഒറ്റ പ്രാവശ്യം കണ്ടിട്ടുള്ളൂ നേരിട്ട് ഇവിടെ വന്നതിന് ശേഷം. ആ പുള്ളിക്കാരത്തെ കണ്ടിട്ടേ ഇല്ല. അതിനെപ്പറ്റി ഒരു അഡ്രസ്സ് വാർത്തകളിലൂടെ അറിയാൻ കഴിഞ്ഞത് ഇവര് ഇവിടെ വീട് വിലയ്ക്ക് വാങ്ങിച്ച് വന്ന് താമസിക്കുന്ന ആൾക്കാരാണെന്നുള്ള രീതിയിൽ ആയിരിക്കാം. അത് മേ ബി അത് അങ്ങനെ പറയുന്ന ആണ്, ഇവര് വന്ന് താമസിക്കുന്നതാണ്. എങ്ങനെയാണെന്ന് അതിനെ കുറിച്ച് എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് അറിയത്തില്ല. ഞാൻ തന്നെ ഇവിടെ വന്നിട്ട് 10 മാസം ആയുള്ളൂ ഈ ഏരിയയിലേക്ക്, ഈ വർക്കുമായിട്ട്. അതെ, സ്ഥാപനമായിട്ട് വന്നിട്ട് 10 മാസം ആകുന്നുള്ളൂ. അപ്പൊ ഞാൻ ഈ ലൊക്കാലിറ്റി ഇപ്പൊ അറിഞ്ഞു വരുന്നേ ഉള്ളൂ, ഇതിന് ചുറ്റുമുള്ള ഏരിയാസ്. തൊട്ടപ്പുറത്ത് കാണക്കാരി ഏരിയ ആണെങ്കിൽ ഓക്കെ, എന്നാലും ഞാൻ ഈ പഠിച്ചതും വളർന്നതെല്ലാം ബാംഗ്ലൂരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പം അറിഞ്ഞറിഞ്ഞ് ഇങ്ങനെ വരുന്നേ ഉള്ളൂ ആൾക്കാരെ. ഈ മക്കളൊക്കെ എവിടെയാ പഠിച്ചതെന്ന് പറഞ്ഞു? സ്കൂളിലാണ് പഠിച്ചത്. അതും ഈ വാർത്തയിൽ വന്നതിന് ശേഷമാണ്. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാല് പുള്ളിക്ക് കല്യാണമേ കഴിച്ചിട്ടില്ല. അപ്പൊ പിന്നെ അതിലൊരു ഇതില്ലല്ലോ. പിന്നെ വാർത്തയിലൂടെയാണ് അറിയുന്നത് 3 മക്കളുണ്ട്, അവർ 3 പേരും പുറത്താണ് പഠിക്കുന്നത്. ഒരു മകള് എന്തോ ആദ്യ ഭാര്യയിലും ബാക്കി 2 പേരും. ബാക്കി ഇവിടെ എല്ലാവരും പത്രത്തിൽ കൂടെ വായിച്ചറിവ് എന്താണോ അത് മാത്രമാണ് എനിക്ക് അറിയാവുന്നത് ഈ ഇവരുടെ ഹിസ്റ്ററിയെ പറ്റി. ഒന്നല്ലെങ്കിൽ ഇവർക്ക് ഡിവോഴ്സ് ചെയ്യുവോ 2ആയിട്ട് കഴിയുവോ, ഇയാളുടെ വഴിയിൽ എങ്ങനെയൊക്കെ നടക്കായിരുന്നു. ഇപ്പം ഒരു കൊലപാതകം എന്ന് പറയുന്ന ഒരു അൾട്ടിമേറ്റ് ഒരു ഡിസിഷൻ അല്ലല്ലോ. അത് ഒരിക്കലും അതിപ്പം നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല, ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അത് ഡബിൾ മീനിങ്ങിലായിരുന്നു സംസാരമൊക്കെ. ഡോക്ടറോട്, എന്നോടല്ല, പ്രത്യേകിച്ച് ആ ഇറാനിയൻ പെൺകുട്ടിയോട്. അങ്ങനെയായിരുന്നു. എന്തെങ്കിലും ഉത്തരം ഞാൻ ചോദിക്കുമ്പോൾ പറയുമ്പോൾ അതിന് പുള്ളിയായിട്ട് കൗണ്ടർ അടിച്ചിങ്ങനെ സംസാരിക്കുന്ന പോലെയൊക്കെ, അത് അങ്ങനെയൊക്കെ ഒരു കാഷ്വൽ രീതിയിൽ അവർ സംസാരിക്കുന്നതായിരിക്കാം. അവരുടെ ഫാമിലിയെ പറ്റി ഒന്ന് വിശദമായിട്ട് ചോദിച്ചില്ല? ഇറാനിയൻ ഫാമിലി ഞാൻ പുള്ളിക്കാരത്തെ അടുത്ത് ചോദിച്ചു, ഇറാനിൽ എവിടെയാണ്. അപ്പൊ പുള്ളിക്കാരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞ ടെഹ്റാനിലാണെന്ന് പറഞ്ഞു. ഇദ്ദേഹത്തെ മൈസൂരിൽ നിന്നാണ് പോലീസ് പിടിച്ചതെന്ന്. മൈസൂർ ബാംഗ്ലൂർ ഏരിയ അവിടെ ആയിരുന്നല്ലോ. അപ്പൊ കൂടെ ഒരു ഇറാനിയൻ മനി ഉണ്ടായിരുന്നല്ലോ. മേ ബി ഇവരായിരിക്കാം, അല്ലെങ്കിൽ ഇവരല്ലായിരിക്കാം, പറയാൻ പറ്റത്തില്ല. ഞാൻ പത്രവാർത്ത വന്നതിന് ശേഷമാണ് ഇവര് MG യൂണിവേഴ്സിറ്റിയിൽ എന്തോ ട്രാവൽ ആൻഡ് ടൂറിസമോ അങ്ങനെ എന്തോ അതിനെപ്പറ്റി എന്തോ ഡിഗ്രിയോ കോഴ്സോ ഫെലോഷിപ്പ് അങ്ങനെ എന്തോ ഒരുമിച്ച് പഠിക്കുന്നതാണെന്നും ബാക്കി എല്ലാവരും തെറ്റിദ്ധരിപ്പിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണെന്നൊക്കെ മനസ്സിലായത്. അപ്പം ഒരു ഫ്രോഡ് തന്നെയാണത്. കണ്ടു കഴിഞ്ഞ ഒരു സിംപ്ലിസിറ്റി, ഒരു സിമ്പിൾ ആയിട്ടാണ് പുള്ളി നടക്കുന്നത്. ഒരു ധനാഢ്യന്റെ ആ ഒരു രീതിയിലുള്ള ഒരു പോഷ് അങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊന്നുമില്ല. പാവപ്പെട്ട ഒരുപാട് ആൾക്കാർ ചിലപ്പം പുള്ളിയുടെ വലയത്തിൽ പെട്ടിട്ടുണ്ടായിരിക്കാം. ഇനി പെടാൻ വേണ്ടിയും പുള്ളി പെടുത്തി വെച്ചിട്ടുമുണ്ടായിരിക്കാം. 59 വയസ്സ് തന്നെ പ്രായം തോന്നിക്കത്തില്ല. പക്ഷെ ഇപ്പം റീസെന്റ് മീഡിയ വന്നപ്പോഴത്തേക്കാണ്, അതായത് പോലീസ് അറസ്റ്റ് ചെയ്ത് തെളിവെടുപ്പിനൊക്കെ കൊണ്ടുപോയപ്പോഴാണ് കണ്ടത്. അത് മൊത്തത്തിൽ ഒരു എന്താ പറയുക, ഒരു
പാച്ച് വർക്കായിരുന്നു എന്നാണ് ഇത് മനസ്സിലായത്. ഫുൾ എനിക്ക് തോന്നുന്നു ഒരു മേക്ക് ഓവർ ആയിരിക്കാം. എന്നാൽ അന്ന് വന്ന പുള്ളിയെ അല്ല കഴിഞ്ഞ ദിവസം പോലീസ് വിലങ്ങ് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയപ്പോൾ കണ്ട വ്യക്തി. അന്ന് കണ്ണാടി പോലും ഇല്ലായിരുന്നു. ഇന്ന് കാണുമ്പോഴത്തേക്ക് നമ്മൾ എൻ്റയർലി ഡിഫറെന്റ് മാൻ. അതായത് മുടിയൊക്കെ വളർത്തി അങ്ങനെയുള്ളൊരു ലുക്കായിരുന്നു. എന്നാലും പ്രായമുണ്ട്, എന്നാലും 10-59 വയസ്സ് തോന്നിക്കത്തില്ല. പക്ഷെ ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ ഒരു 60 വയസ്സിന് മുകളിൽ തോന്നിക്കും. ഈ ഒരുപാട് സംസാരിക്കുന്ന പ്രകൃതമാണോ സാമിന്? ഭയങ്കരമായിട്ട് സംസാരിക്കുമായിരുന്നു. ഭയങ്കരമായിട്ടെന്ന് പറഞ്ഞാല് പേഷ്യൻ്റ് ട്രീറ്റ്മെന്റ് റൂമിൽ പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ബൈസ്റ്റാൻഡറിനെ നമ്മൾ അവിടെ അലോ ചെയ്യത്തില്ല. അല്ലെങ്കിൽ ഒരു ചൈൽഡ് പേഷ്യന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ നല്ല ഏജ്ഡ് ആയിട്ടുള്ള പേഷ്യന്റ് ആയിരിക്കണം, ഒരു ബൈസ്റ്റാൻഡർ പോലെ. അല്ലാതെ ഉള്ള ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊന്നും നമ്മൾ അവിടെ അലോ ചെയ്യത്തില്ല. കാരണം നമ്മൾ അതാണ് അതിൻ്റെ ഒരു പ്രോട്ടോകോൾ. അപ്പോൾ പുള്ളി ആദ്യം ഇവരുടെ അടുത്ത് നമ്മൾ പുള്ളിക്കടുത്ത് എക്സ്റേ എടുത്ത് പല ഒരു ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ക്യാപ്പിടേണ്ട കേസുകളുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ പോലും പുള്ളി ആദ്യമേ ഒന്നും മാറുന്നില്ല. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്കിത് ഡിസ്റ്റർബൻസ് ആണ്, നിങ്ങൾ ഒന്ന് പുറത്ത് പോയി വെയിറ്റ് ചെയ്യണം എന്ന് സ്റ്റാഫ് സിസ്റ്റർ പറഞ്ഞു. അപ്പോൾ പുള്ളി ഇങ്ങനെ ഇവരോടായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ പിന്നെ പറഞ്ഞങ്ങ് ഇറക്കുമായിരുന്നു. എന്നിട്ടാണ് പുള്ളി അവിടെ പോയി ഇരുന്നത്. അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട് ഇവിടെ. അത് കഴിഞ്ഞിട്ട് ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഈ ഫോളോ അപ്പ് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ പറയാൻ നേരത്ത് പോലും പുള്ളി വാദവരാതെ ഇവരോട് എന്തൊക്കെ പെറുപെറുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കുട്ടികളോ അതോ ഇതോ ഒരു എന്താ പറയുന്നത്, ഒരു ചെറിയൊരു ഉറുമ്പ് കടിച്ച ടെൻഷൻ പോലും പുള്ളിയുടെ മുഖത്തില്ലായിരുന്നു. അതാണ് വാസ്തവം. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പം പുള്ളിയുടെ സ്ഥാനത്ത് ഇപ്പം നമ്മളായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നെറുകെ ചെന്ന് പൊട്ടിത്തെറിച്ചെല്ലാം കൂടെ. അത്രയ്ക്ക് കൂളായിട്ടാണ് പുള്ളി ഓരോ കാര്യങ്ങളും പെരുമാറിക്കൊണ്ടിരുന്നത്. അതെ, പക്ഷെ എല്ലാവരും കൂളാകണം എന്നാണ് അഭിപ്രായം. പക്ഷെ എന്നാലും ഇത് ഇച്ചിരി വല്ലാത്ത കൂളായി പോയി. ഈ മരിച്ചു പോയെന്ന് പറയുന്ന അദ്ദേഹം, ആ പുള്ളിക്കാരത്തിക്ക് നല്ല രീതിക്ക് ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അവരിലൂടെ എങ്കിലും ഇതൊക്കെ പുറത്തറിഞ്ഞ് അവർക്ക് പറയാൻ ചിലപ്പോൾ ഒന്നും ആൾക്കാരുണ്ടായിരിക്കത്തില്ലായിരിക്കാം. മേ ബി, എനിക്കറിയത്തില്ല. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ചിലപ്പം ഒന്ന് അവോയ്ഡ് ചെയ്യാമായിരുന്നു. അല്ലെങ്കിൽ അവർക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ അല്ലെങ്കിൽ ഒരു തേർഡ് ഒപ്പീനിയൻ അവർക്ക് ചോദിക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ടാവുമായിരുന്നു. അപ്പം അതൊക്കെ കൊണ്ടായിരിക്കാം അവരുടെ ടെൻഷൻ അവരിൽ തന്നെ ഒതുക്കി. അല്ലെങ്കിൽ ഒരു ഈവൻ മക്കളോട് പോലും, ചിലപ്പം വിദേശത്തുള്ള മക്കളോട് പോലും ഇങ്ങനെയൊക്കെ നടന്നു എന്ന് ഡയറക്റ്റ് വെട്ടിത്തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ സൊല്യൂഷൻ ഉണ്ടായിരുന്നു. ചിലപ്പോൾ അവർ ചിന്തിച്ച് കാണുമായിരിക്കും, ഇതും ചിലപ്പോൾ മക്കൾ അറിഞ്ഞിരുന്നെങ്കിൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടാവും, അവർ അന്യ നാട്ടിലാണല്ലോ എന്നൊക്കെ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും. അറിയില്ല, അത് ഓരോ കാര്യങ്ങളൊക്കെ ആണല്ലോ. തൊട്ടടുത്ത ബേക്കറികളിലും ഹോട്ടലിലൊക്കെ നമ്മളിപ്പം അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. അപ്പോൾ അവരൊക്കെ പറയുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. അയൽപക്കത്തു നിന്നുള്ള പേഷ്യൻ്റ് ഒക്കെ വരുമല്ലോ. അപ്പോൾ ആ ഒരു ചർച്ച ഇപ്പോഴും മാറിയിട്ടില്ല. ഇപ്പോഴും ആൾക്കാരൊക്കെ വരുമ്പോഴും പോകുമ്പോഴൊക്കെ ഇതൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യും. അപ്പോഴും അവരിങ്ങനെ പറയും, മറ്റേ ആ മൂത്ത കുട്ടീനെയും ഇവരെ തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം അതൊക്കെ കേട്ടപ്പോൾ നമുക്കൊരു സങ്കടം തോന്നി. കാരണം എന്തൊക്കെ പറഞ്ഞാലും അതൊരു മാനുഷിക പരിഗണന വെച്ച് നമുക്ക് എല്ലാവരും മനുഷ്യന്മാരാണല്ലോ. അറ്റ്ലീസ്റ്റ് ഈ പള്ളിയിലെങ്കിലും വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരുന്നെങ്കിൽ ചിലപ്പം എങ്ങനെയെങ്കിലൊക്കെ നമ്മൾ അങ്ങോട്ട് കണ്ടേനെ. കാരണം ഇപ്പം നമ്മൾ തുടങ്ങിയതിന് ശേഷം ഇപ്പം ഈവൻ കുഴപ്പമില്ല, എന്നാൽ പോലും അത്യാവശ്യം ഒരുവിധം ഇപ്പം ആൾക്കാർ ഇപ്പം ഒന്ന് പരിചയമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അവർക്ക് ചിലപ്പം ഒരു 4 ചുവര് മാത്രമായിരിക്കും ചിലപ്പം അവരെ ലോകം ഉണ്ടായിരുന്നത് ആ സമയത്ത്. അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ. അഭിപ്രായത്തില്ല, ഇന്നത്തെ സ്ത്രീകൾക്ക് പലരും ഇങ്ങനെ വിടുന്നത്, പലരും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പെടുന്നവരല്ലേ? തീർച്ചയായിട്ടും. കാരണം ബന്ധങ്ങളില്ലാത്തതുകൊണ്ടാണ്. അതിനൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ അടുത്ത് അത്ര വലിയ ദൂരമൊന്നുമില്ല, ഇവിടുന്ന് ഒരു 4-5 കിലോമീറ്റർ കഴിഞ്ഞാൽ കാരിത്താസ്, അവിടെ ഒരു സംഭവം ഉണ്ടായി. ഒരു അമ്മയും 2 ചെറിയ പെമ്പിള്ളേരുമായിട്ട് ട്രെയിനിൽ ചാടിയത്. ട്രെയിൻ വന്നപ്പോൾ എടുത്ത് ചാടി. അതും അവർക്കും ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കാര്യങ്ങളും. അത് തന്നെ, ഷൈനി എന്നാണ് അവരുടെ പേര്. അതും 2 കുട്ടികളും, പെൺകുട്ടികളും, ഇരട്ടകള്. അതെ, അത് ഇങ്ങനത്തെ ഇതുപോലെ നമ്മൾ അറിഞ്ഞോ അറിയാതൊക്കെ എത്ര പേര് കാണുമായിരിക്കും. അപ്പം എല്ലാവർക്കും ഒരു എന്താ പറയുന്നത്, ഒരു സോഷ്യൽ ആയിട്ട് ഒരു കമ്മിറ്റ്മെന്റ് വേണം. സന്തോഷമായിക്കോട്ടെ, സങ്കടമായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അത് തുറന്നു പറയാൻ ഒരാളുണ്ടെങ്കിൽ അത് അത്രയും റിലീഫാണ് കിട്ടുന്നത്. അത് പ്രകടിപ്പിക്കാൻ ഒരു വേദി. അതെ. ആ ബട്ടൺ ഒഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൈൻഡിലോട്ട് വേറെ എന്തും കേട്ടാം. അല്ലെങ്കിൽ അത് മാത്രം ഇങ്ങനെ നീറി പോഞ്ഞ് ഒരു സമയത്ത് പൊട്ടിത്തെറിക്കുമ്പം ആ ഒരു പൊട്ടിത്തെറി ചിലപ്പം ആർക്കും താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ആഘാതമായിരിക്കും ഉണ്ടാക്കുന്നത്. ഒത്തിരി സന്തോഷമുണ്ട് ഡോക്ടർ ഇത്രയും ഇൻഫർമേഷൻ പാസ് ചെയ്ത് തന്നതിന്. താങ്ക് യു സോ മച്ച്. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.